ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം. ഇന്ന് 8/8/25 കേട്ടോ. അപ്പോൾ കഥയിൽ നമ്മുടെ ആദർശ നയനയും കൂടി പിന്നെ അനിയനെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, നീ ഇങ്ങനെ നന്ദുവിൻ്റെ പിറകെ നടക്കരുത്, നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് അറിയോ, എന്തൊക്കെയായാലും അനാമിക നിൻ്റെ ഭാര്യയല്ലേ, നീ അവളെ നോക്കുക, അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, നീ എന്തിനാണ് നന്ദുവിൻ്റെ കൂടെ പിന്നെ നടക്കുന്നത്. നന്ദു വീണ്ടും ഞങ്ങളെ വിളിച്ച് പരാതി പറഞ്ഞു പറയും. അപ്പോൾ അനിയടുത്ത് ഒഴുക്കി അറിയും, ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്, ഇത് പറയാനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുക, കാരണം എനിക്കല്ലേ ജീവിതമല്ലാതെ പോയത്, ഏട്ടനും ഏടത്തിയൊക്കെ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ ജീവിതമല്ലാതൊക്കെ ഇത് ഞാൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് കാരണം. അല്ലെങ്കിൽ നന്ദുവിനെ എനിക്ക് കല്യാണം കഴിച്ച് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഒരുത്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതോടുകൂടി എൻ്റെ കാര്യം കഴിഞ്ഞു. ഒന്ന് സന്തോഷമായിട്ട് ഇരുന്നിട്ട് എത്ര കാലമായി എന്നറിയോ നിങ്ങൾക്ക്. കല്യാണം കഴിഞ്ഞതോടുകൂടി അതില്ലാണ്ടായി. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കും, നിങ്ങളൊക്കെ തന്നെയല്ലേ, ഞാൻ സ്നേഹിക്കുന്നവർ തന്നെയാണ് എന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു സങ്കടകടലിൽ കൊണ്ട് നിർത്തിയത് എന്നൊക്കെ പറയാണ്. ആദർശനൊന്നും എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ പറയടാ, അതൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞു പോയി, ഇനിയത്തെ കാര്യങ്ങൾ ഇനിയും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്ദുവിൻ്റെ കൂടെ തന്നെ നന്ദുവിൻ്റെ പിറകെ നടക്കും, അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അനി അവിടെ നിന്നിട്ടോ. ആ പോക്ക് പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോഴേക്കും നന്ദു എവിടെയോ പോയിട്ട് വണ്ടിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ആണ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നന്ദുവിനെ പെട്ടെന്ന് ആളെ മനസ്സിലായി, കാരണം ഹെൽമെറ്റ് മൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമസ്കാരം എന്നിങ്ങനെ പറയുകയാണേ അനി. അപ്പോൾ പറയും, എടാ ഹെൽമെറ്റ് എടുക്കടാന്ന് പറയും. ഹെൽമെറ്റ് എടുക്കുമ്പോൾ അനിയാണ്. അപ്പോൾ പോലീസുകാർ ചിരിച്ചിട്ടാണ്ട് വരും, കാരണം പോലീസുകാർക്കൊക്കെ അറിയുമ്പം പിന്നാലെ നടക്കുന്നത് അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവരെ ഒക്കെ കൂടെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പറയും, നീ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ അനി പിന്നാലെ നടക്കുന്നത്. ഇതാ ഒരു കാര്യം ഞാൻ പറയും, എനിക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ഇനി കുറച്ച് പേടിയും ബഹുമാനമൊക്കെ ഉണ്ട്, അത് നീയായിട്ടില്ല, അത് പിന്നെ ഇല്ലാണ്ടാക്കരുത് അറിയും. അപ്പോൾ പറയും, നീ എന്തിനാ എന്നെ പറ്റിയിട്ട് ആദർശേട്ടനോടും നയനടുത്തിയോടൊക്കെ പറഞ്ഞത്, അവരെന്നെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൂടെ എന്ന് നോക്കി പറയും. നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ അത് ശ്രദ്ധിക്കുന്നില്ല, പിന്നെ ദൈവത്തെ ഓർത്ത് നീ എൻ്റെ എല്ലാ വേലയും കൂടെ കളയരുത് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, അല്ല നീ ഇനിയിപ്പോൾ എവിടേക്ക് സ്റ്റേഷനുണ്ട്, ഇവിടെ നിന്നല്ല, ഇനി വേറെ എവിടെ മാറിപ്പോയാലും ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാവും എന്ന് പറയുകയാണ്.